നമ്മുടെ ദേഹത്തും ബാഗുകളിലുമൊക്കെ തന്നെ ഒരുതരം ഫൈബർ പേപ്പർ കൊണ്ട് തൊട്ടിട്ട് നമ്മളോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. ബാംബൂ ഷൂട്ട്സ് അഥവാ ഇളം മുള കൊണ്ടുള്ള കറി ചൈനയിൽ വളരെ പ്രശസ്തമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് മുൻപൊരിക്കലും കാണാത്ത ഒരു കാര്യത്തിന് സാക്ഷിയായത്. വിവിധതരം ഗ്രീൻ ടീ നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും. വിമാനം പറന്നു വരാൻ റൺവേയിലേക്ക് നീങ്ങിയ ശേഷം തിരിച്ചു പോരുന്ന അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമാണ്. ചൈനയിലെ ഗ്വാങ്ചു എയർപോർട്ടാണിത്. ഇവിടെ നിന്ന് മറ്റൊരു സിറ്റിയായ എഫ്ഐയിലേക്കാണ് പറക്കേണ്ടിയിരുന്നത്. 10:15 പറക്കുന്ന ഫ്ലൈറ്റായിരുന്നു. 12 മണിയായി. 12 മണിയായപ്പോഴാണ് അടുത്ത അനൗൺസ്മെൻറ്റ് വരുന്നത്. തിരിച്ചു പോവാണ് പാർക്കിംഗ് ബേയിലേക്ക്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ ഇഷ്യൂസ് അവർ പരിഹരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് കഴിയാത്തത് കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയ ശേഷം എല്ലാ യാത്രക്കാർക്കും പെട്ടെന്ന് തന്നെ അവർ ഭക്ഷണം നൽകി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു വിമാനം തയ്യാറാക്കി എല്ലാവരെയും എഫ്ഐയിലെത്തിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് മുൻപൊരിക്കലും കാണാത്ത ഒരു കാര്യത്തിന് സാക്ഷിയായത്. വിമാനം വൈകിയതിന് ഓൺ ദ സ്പോട്ടിൽ നഷ്ടപരിഹാരം നൽകുകയാണ് ഇവിടെ. സാധാരണ ഇങ്ങനെ വൈകിയാലുള്ള നഷ്ടപരിഹാരം കിട്ടാൻ എയർലൈൻ കമ്പനികളോട് നമ്മൾ ഗുസ്തി പിടിക്കേണ്ടി വരും. എന്നാൽ വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ യാത്രക്കാരെ വിളിച്ചു വരുത്തി ഇവർ നഷ്ടപരിഹാരം നൽകുകയാണ് ഇവിടെ. ഇറങ്ങിയപ്പോൾ ഇവരത് അനൗൺസ് ചെയ്യാണ് ഇവിടെ. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അലിപേ, വിചാറ്റ് അക്കൗണ്ടുകൾ വഴിയാണ് ഈ കോമ്പൻസേഷൻ എമൗണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൂപ്പണായിട്ടും അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ചൈനയിലെ എയർപോർട്ടുകളിൽ കയറുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണിത്. നമ്മുടെ ദേഹത്തും ബാഗുകളിലുമൊക്കെ തന്നെ ഒരുതരം ഫൈബർ പേപ്പർ കൊണ്ട് തൊട്ടിട്ട് നമ്മളോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. ഇത് സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കാനുള്ള സോപ്പ് ടെസ്റ്റാണ്. എക്സ്പ്ലോസീവ് ട്രേസ് ഡിറ്റക്ഷൻ അഥവാ EDT എന്ന ഈ ടെസ്റ്റ് ചില എയർപോർട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പാസ്പോർട്ട് വെരിഫിക്കേഷന് ശേഷമുള്ള ചെക്കിങ്ങിൽ ചിലപ്പോൾ മാത്രം, അതായത് റാൻഡമായിട്ടാണ് ഈ ടെസ്റ്റ് മുമ്പ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ എയർപോർട്ടിൽ കയറുന്ന എല്ലാവർക്കും ഈ ടെസ്റ്റ് നടക്കും. എയർപോർട്ടിൻ്റെ കവാടത്തിൽ തന്നെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. കവാടത്തിൽ എക്സ്റേ സ്ക്രീനിങ് പലയിടത്തും കണ്ടിട്ടുണ്ട്. എക്സ്റേ ആകുമ്പോൾ ബാഗ് തുറക്കാനും മറ്റും ഒരുപാട് സമയമെടുക്കും. ഇതുപോലെ ഒരുപാട് യാത്രക്കാരെ ഒന്നിച്ച് കയറ്റിവിടാൻ പറ്റില്ല. സ്ഫോടക വസ്തുക്കൾ വളരെ ചെറിയ അളവിലുണ്ടെങ്കിൽ പോലും EDT സോപ്പ് വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്നതാണ് എക്സ്റേയേക്കാൾ ഇതിനുള്ള മേന്മ. ഇത് ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഡൊമസ്റ്റിക് ടെർമിനലും വളരെ വിശാലവും സൗകര്യമുള്ളതും മനോഹരവുമാണ്. ഇവിടെ എയർപോർട്ടിനകത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? ഈ പ്രദേശത്തെ ലിച്ചി എന്ന് പറയുന്നത് വളരെ പ്രശസ്തവും സ്വാദുള്ളതുമാണ്. ലിച്ചി പലതരമുണ്ട്. അതിൽ ഏറ്റവും വില കൂടിയ ഇനമാണ് ഇവിടെ ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അര കിലോയ്ക്ക് 88 യുവാൻ, ചൈനീസ് യുവാൻ, അതായത് 1250 രൂപ അര കിലോയ്ക്ക് വരും. വേറൊരു രസകരമായ കാര്യമെന്ന് പറയുന്നത് ചൈനയിൽ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ അര കിലോ യൂണിറ്റിലാണ് പ്രദർശിപ്പിക്കാറ്. ചിൻ എന്നാണ് അതിനെ അവർ പറയാറ്. ചിൻ എന്ന് പറഞ്ഞാൽ അര കിലോ ആണ്, 1 കിലോ അല്ല. ലിച്ചി ഫ്രൂട്ടായിട്ട് മാത്രമല്ല, അതിൻ്റെ പല വിഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഏത് നേരത്തെ ഭക്ഷണമാണെങ്കിലും അതിൻ്റെ കൂടെ ചൈനക്കാർ ചായ കുടിക്കാറുണ്ട്, ഗ്രീൻ ടീ. അപ്പോൾ അത് ഓരോ തരത്തിലാണ് ഓരോ റെസ്റ്റോറൻറ്റിലും വിളമ്പാറ്. ഇവിടെ കണ്ടോ, ഈ റെസ്റ്റോറൻറ്റിൽ അവരത് വിളമ്പുന്ന രീതി, പാത്രമൊക്കെ കഴുകുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ചായ വിളമ്പുന്ന കപ്പും ഉണ്ടാക്കുന്ന പാത്രമൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ചുടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യും. ആ കഴുകുന്ന വെള്ളം പുറത്തു പോകാതെ ശേഖരിക്കാൻ പറ്റാവുന്ന ഒരു പാത്രത്തിന് മുകളിൽ വെച്ചാണ് അവരത് ചെയ്യുന്നത്. വ്യത്യസ്ത രുചിയുള്ള പല നിറത്തിലുള്ള വിവിധതരം ഗ്രീൻ ടീ നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും. വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ചൈനയുടെ മറ്റൊരു പ്രത്യേകത. താമര കൊണ്ടുള്ള ഒരു ചൈനീസ് ഡിഷാണിത്. എഗ് പ്ലാന്റ് കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് തക്കാളി കറി. ബാംബൂ ഷൂട്ട്സ് അഥവാ ഇളം മുള കൊണ്ടുള്ള കറി ചൈനയിൽ വളരെ പ്രശസ്തമാണ്. ഇത് സ്റ്റീം ചെയ്ത എഗ്ഗും ചെമ്മീനുമാണ്. പീക്കിംഗ് ഡക്ക് എന്ന ഈ വിഭവം ബെയ്ജിങ്ങിൽ വളരെ പ്രശസ്തമാണ്. കാണുമ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവും, ഇത് പ്രാവാണ്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഹോട്ട് പോട്ട് ചൈനയിൽ വളരെയധികം സർവ്വസാധാരണമാണ്. ഹോട്ട് പോട്ട് ഏരിയയിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്ന രീതിയാണിത്. ചൈനയിൽ എവിടെയാണെങ്കിലും മൊബൈലിൻ്റെ ചാർജ് പോയാൽ വിഷമിക്കേണ്ട കാര്യമില്ല. മിക്ക സ്ഥലങ്ങളിലും തന്നെ
പവർ ബാങ്ക് നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പവർ ബാങ്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അത് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാനും പറ്റും.